ഹേ ഗൈസ്, നമുക്കിന്ന് ജർമ്മനിയിൽ ചക്ക വാങ്ങിക്കാൻ പോയാലോ? എനിക്ക് അങ്ങനെ ചക്ക തിന്നണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നാട്ടിലിപ്പോൾ ചക്ക സീസൺ ആണല്ലോ. അപ്പോൾ എന്നെ കോൾ ചെയ്യുന്നവരൊക്കെ ചോദിക്കുന്നത്, ജർമ്മനിയിൽ ചക്ക കിട്ടുമോ? നിനക്ക് ചക്ക തിന്നാൻ ആഗ്രഹമില്ലേ? ചക്ക കിട്ടുമോ? ചക്ക കിട്ടുമോ? ഈ ചോദ്യം കേട്ട് മടുത്ത് ലാസ്റ്റ് ഞാൻ പോകുന്നതാണ് ചക്ക വാങ്ങിക്കാൻ. ചക്ക വാങ്ങിക്കാൻ വേണ്ടി നമ്മളിതേ നേരെ പോകുന്നത് ഗോയേഷ്യയിലോട്ടാണ്. എനിക്ക് തോന്നുന്നു ഗോയേഷ്യ ഒരു ഇതെല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ മെയിൻ സിറ്റീസിലും ഉണ്ട്. അപ്പോൾ ദേ ഇരിക്കുന്നു നമ്മുടെ ചക്ക, നല്ല ഫ്രഷ് ആയിട്ടുള്ള പീസാണ്. 3.5 യൂറോ ആണ് കേട്ടോ വരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇതേ നമ്മുടെ ചെറുപഴം, ഇവിടെ ചെറുപഴം ഞാൻ എവിടെയും കണ്ടിട്ടില്ല, പക്ഷേ ഇത് ചെറുപഴം ഗോയേഷ്യയിൽ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മീനുകളും അവിടെ ഉണ്ട്, ഫ്രീസ് ചെയ്ത മീനുകളുണ്ടാവും. ആ ഫസ്റ്റ് കാണിച്ചത് കക്കർച്ചയാണോ എന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എനിക്കങ്ങനെ കണ്ടിട്ട് തോന്നി, പക്ഷെ അറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫ്രീസ് ചെയ്ത മീനുകൾ ഒരുവിധം എല്ലാം കിട്ടും. നല്ല മീനുകളും കാര്യങ്ങളും കിട്ടും. 5 യൂറോ 6 യൂറോ 4 യൂറോ ആ റേഞ്ചിനായിട്ട് കിട്ടും. അപ്പോൾ ഫ്രഷ് മീൻ വേണ്ടവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. അത് കഴിഞ്ഞപ്പോഴാണ് ഇതേ നമ്മുടെ ബനാന ചിപ്സ് ഇതുണ്ടല്ലോ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ലേ, മറ്റേ പേരയ്ക്ക മിഠായി, മാങ്ങ മിഠായി, ഉള്ളിൽ ഉപ്പുമുളകൊക്കെ ആയിട്ടുള്ള ആ സാധനം വരെ ഇവിടെയുണ്ട്. പിന്നെ ഈ കാണുന്നത് ബോട്ടിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ചെമ്മീനായിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, കുറേ ടൈപ്പ് ഓഫ് ചെമ്മീനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരുവിധം മീനുകളെല്ലാം ഗോയേഷ്യയിൽ അവൈലബിൾ ആണ്.